നമസ്കാരം. ഞാൻ ഇന്ന് നമ്മുടെ വാഗമണിലാണ്. അപ്പോൾ നമ്മുടെ വാഗമണിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് വാഗമണിൻ്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഇടുക്കി, കോട്ടയം ജില്ലകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് നമ്മുടെ ഈ വാഗമൺ എന്ന് പറയുന്നത്. കോടയിറങ്ങുന്ന പുൽമേടുകളും തേയിലത്തോട്ടങ്ങളും അരുവികളും പൈൻ മരക്കാടുകളും ഒക്കെ നിറഞ്ഞ പ്രകൃതി സൗന്ദര്യത്താൽ സമ്പന്നമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഈ വാഗമൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വാഗമണിലേക്ക് നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് വരുമ്പോഴത്തേക്കിനും നമുക്ക് ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യൂ പോയിൻ്റാണ് നമ്മൾ ഈ കാണുന്നത്. കരിക്കാട് വ്യൂ പോയിൻ്റ് എന്നാണ് ഈ ഒരു സ്ഥലത്തിന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ആകാശത്തോളം ഉയരമുള്ള പർവ്വത നിരകളും പച്ചപ്പൊക്കെ നിറഞ്ഞ താഴ്വരകളും മൂടൽ മഞ്ഞും ഒക്കെ കൊണ്ട് നിറഞ്ഞ അടിപൊളി ഒരു സ്ഥലമാണ് നമ്മുടെ ഈ കരിക്കാട് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ കരിക്കാട് വ്യൂ പോയിൻ്റൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പിന്നീട് പോയതെന്ന് പറയുന്നത് നമ്മുടെ വാഗമൺ ഒരു കുരിശുമലയിലേക്കാണ് പോയത്. അപ്പോൾ നമ്മുടെ വാഗമൺ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് വഴിക്കടവ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആ ഒരു വഴിക്കടവിൽ നിന്ന് താണ്ടി ഈ കാണുന്ന വഴിയിലൂടെയാണ് കുരിശുമലയിലേക്കും മുരുകൻ മല എന്നൊക്കെ പറയുന്ന ആ ഒരു മലകളിലേക്കൊക്കെ പോകുന്നത്. ജാതി മതഭേദമന്യേ എല്ലാവർക്കും പ്രവേശിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈ ഒരു കുരിശുമല എന്ന് പറയുന്നത്. നമ്മുടെ ഈ വാഗമണിലെ ആ ഒരു മനോഹര കാഴ്ചകളൊക്കെ നമുക്ക് സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ കുരിശുമല എന്ന് പറയുന്നത്. ഒരു മലയുടെ മുകളിലാണ് കേട്ടോ. അപ്പോൾ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാഗമണിൻ്റെ ആ ഒരു സൗന്ദര്യം മൊത്തം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ പോയെന്ന് പറയുന്നത് നമ്മുടെ വാഗമൺ മെഡോസിലാണ് നമ്മൾ പോയത്. പച്ചപ്പും പ്രകൃതി രമണീയമായ കാഴ്ചകളും ഒരു കൂട്ടം മുട്ടക്കുന്നുകളും ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ വാഗമൺ മെഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ വാഗമൺ മെഡോസിൽ എന്ന് പറയുന്നത് ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു റോപ്പ് വേയും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന പാർക്കും അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അതാ കാണുന്ന ആ ഒരു പാറ നമ്മുടെ വാഗമണിലെ വളരെ പ്രശസ്തമായൊരു പാറയാണ് ആ കാണുന്നതെന്ന് പറയുന്നത്. ഒരാളിങ്ങനെ കിടക്കുന്ന രീതിയിൽ നമുക്ക് തോന്നും ആ ഒരു പാറയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കേട്ടോ. അപ്പം വളരെ നല്ലൊരു ഫീലാണ് നമുക്ക് ഈ മുട്ടക്കുന്നുകളിലൊക്കെ വരുമ്പോഴത്തേക്കിന് കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴത്തേക്കിന് ആ റോപ്പ് വേയിലൂടെ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെ ഒരു തടാകമൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ പോയെന്ന് പറയുന്നത് നമ്മുടെ വാഗമണിലെ ആ ഒരു കുന്നിൻ ചരിവിൽ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ആ ഒരു പൈൻ ഫോറസ്റ്റിലേക്കാണ് നമ്മൾ പോയത്. അപ്പോൾ ഈ ഒരു പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് തണുപ്പ് വളരെ കൂടുതലാണ് ഈ ഒരു സ്ഥലത്ത്. അപ്പം ഇവിടെ ഇങ്ങനെ തണൽ നിറച്ച ആ ഒരു പൈൻ മരങ്ങളും അതിനിടയിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീലും ഒരുപാട് ഷൂട്ടിങ്ങുകളൊക്കെ നടന്നിട്ടുള്ള സ്ഥലമൊക്കെയാണ് നമ്മുടെ ഈ പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ പിന്നെ പോയെന്ന് പറയുന്നത് അവിടുന്ന് ഒരു 10-30 കിലോമീറ്റർ അകലെയുള്ള നമ്മുടെ ആ ഒരു പരുന്തിൻപാറ ആ ഒരു വ്യൂ പോയിൻറ്റിലേക്കാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ ആ ഒരു പരുന്തുംപാറ വ്യൂ പോയിൻറ്റിലേക്ക് പോകുമ്പോഴത്തേക്കിനും നമുക്ക് ഇങ്ങനെ തേയിലത്തോട്ടങ്ങളുടെയൊക്കെ ആ ഒരു ഭംഗിയൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ച് നമ്മൾ പോകുന്ന വഴിയിൽ കുറച്ച് വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ട് ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിച്ച് നല്ല രീതിയിൽ പോകാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഈ കാണുന്നതെന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു പരുന്തുംപാറയിലോട്ട് പോകുമ്പോഴത്തേക്കിനും നമ്മുടെ മുണ്ടക്കയത്ത് എത്തുമ്പോഴത്തേക്കിനും ഒരു ഗേറ്റ് റോഡിൻ്റെ ഒരു വ്യൂ പോയിൻ്റാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. നമുക്ക് ആ ഒരു കുന്നുകളുടെയും ആ ഒരു മലഞ്ചരിവിൻ്റെയും തേയിലത്തോട്ടങ്ങളുടെയൊക്കെ ഭംഗി നമുക്ക് ഇവിടെ നിന്ന് നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നല്ല അടിപൊളി ഒരു സ്ഥലമാണ് ഈ ഒരു മുണ്ടക്കയം വ്യൂ പോയിൻ്റ് എന്ന് ഗേറ്റ് റോഡിൻ്റെ ആ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. അടിപൊളി ഒരു സ്ഥലമാണ്. നമ്മൾ വാഗമണിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിരിക്കേണ്ട അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. റോഡ് സൈഡിലായിട്ട് തന്നെയാണ് നമുക്ക് വണ്ടി നിർത്തിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇറങ്ങി വന്ന് കാണാൻ പറ്റുന്ന അടിപൊളി ഒരു വ്യൂ പോയിൻ്റാണിത്. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് നമ്മളങ്ങോട്ട് ആ ഒരു പരുന്തുംപാറയിലോട്ട് നമ്മൾ പോയപ്പോഴത്തേക്കും നമുക്ക് ആ സൈഡിലൊക്കെ ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ട് നമ്മളിങ്ങനെ ആ ഒരു പരുന്തുംപാറയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ ഒരു പരുന്തുംപാറയ്ക്ക് കഴുകൻ പാറ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നേരിയ ആ ഒരു മഴയൊക്കെ വരുവാണെങ്കിൽ ഇവിടെ മൊത്തം അങ്ങ് കോട കൊണ്ട് അങ്ങ് നിറയും കേട്ടോ. കോട കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നവരൊന്നും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ മൊത്തത്തിലങ്ങ് നിറയും. അപ്പം ഇവിടെ ഇങ്ങനെ ഈ ഒരു മലയൊക്കെ ഉണ്ട്. അപ്പോൾ ആ മലയുടെ മുകളിലൊക്കെ ആൾക്കാരിങ്ങനെ വണ്ടിയൊക്കെ കയറ്റുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വന്ന് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിങ്ങനെ കോട കൊണ്ടങ്ങ് മൂടി കേട്ടോ. നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ് ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും കേട്ടോ. അപ്പോൾ നമ്മുടെ
മൊത്തം കോടമാണ്, നമുക്ക് തൊട്ടപ്പുറത്ത് നിൽക്കുന്നവരെ പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഫീലായിരുന്നു. ആ ഒരു പരുന്തുംപാറയിൽ വരുമ്പോഴത്തേക്കും നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് നമ്മൾ നിൽക്കുന്ന പോലൊരു ഫീൽ നമുക്ക് തോന്നും. അപ്പോൾ അതാണ്ട് ആ പരുന്തുംപാറയിൽ ഒരു വ്യൂ പോയിൻ്റാണ് ഇത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ ഈ മകരജ്യോതിയൊക്കെ ശബരിമലയിലെ ആ ഒരു മകരജ്യോതിയൊക്കെ ദർശിക്കാൻ ഇവിടെ അയ്യപ്പന്മാരൊക്കെ ആ ഒരു സമയത്തൊക്കെ ഇവിടെ എത്തുമെന്നാണ് പറയപ്പെടുന്നത്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം. നമ്മൾ വേറെ ഏതോ രാജ്യത്ത് നിൽക്കുന്നുള്ളൊരു ഫീൽ നമുക്ക് തോന്നും ഈ പരുന്തുംപാറയിൽ വന്നു കഴിഞ്ഞാൽ. നമ്മൾ കേരളത്തിൽ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്നൊന്നും നമുക്ക് തോന്നത്തില്ല. അപ്പോൾ നമ്മൾ വേറെ ഏതോ സ്ഥലത്ത് നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഞാൻ അവിടെ വന്നപ്പോഴത്തേക്കും ഒരുപാട് പിള്ളേരും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ പിള്ളേരൊക്കെ ഭയങ്കര ഡാൻസൊക്കെ കളിച്ച് ആ ഒരു കോടയൊക്കെ കയറി കിടക്കുന്ന ആ ഒരു സമയമൊക്കെ അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നൊരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റി. അപ്പം നമ്മുടെ ആ ഒരു ഈ ഒരു പരുന്തുംപാറയിലെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ പോയെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പീരുമേടിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന നമ്മുടെ ആ ഒരു വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടമാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന വഴിയിലാണ് ഈ ഒരു വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റിയത്. നമ്മുടെ കുട്ടിക്കാനത്തിന് സമീപമായിട്ട് നമ്മുടെ കോട്ടയം കുമിളി ആ ഒരു സംസ്ഥാന പാതയോട് ചേർന്നിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം കാണുന്നത്. 75 അടി ഉയരത്തിൽ നിന്നാണ് ഈ ഒരു വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നത്. അങ്ങനെ അവിടുന്ന് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇവിടുന്ന് യാത്രയായി. അപ്പം വാഗമണ്ണിൽ നമ്മൾ വന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്.